അടുത്ത ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്നതിനായിട്ട് സുഭാഷ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം പരസ്പരം. ജസ്റ്റ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പേര് പറയാം. എവിടെയാണ് സ്ഥലം പറയാം. ഷംസുദ്ദീൻ കോതം, സോമൻ ആഗം, അപ്പൊ നമുക്ക് ഐഡിയ ടു ഐഡിയ ഫ്രീ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പരസ്യമാണ്. ഇപ്പോൾ രാവിലത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. കുറെ ഐഡിയകൾ നമുക്ക് വന്നു. ബാങ്കിന്റെ സാധനം ക്ലാസ് എടുത്തു. നമ്മളിവിടെ വന്നത് ഒരു ഐഡിയ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല, അതൊരു ഐഡിയ. ഈ രണ്ട് ഐഡിയകൾ തമ്മിൽ ചേരണം, അപ്പോഴാണ് ബിസിനസ് നടക്കുന്നത്. ഇതൊരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഒന്നേന്ന് പോലും ചിന്തിക്കാൻ പറ്റും. സാധാരണ നമ്മുടെ കയ്യിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ. ആൻഡ്രോയിഡ് ഫോണിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്കറിയാം. നമുക്കാകെ അറിയുന്ന വാട്സപ്പ്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിന്നെ കോൾ ചെയ്യാറുണ്ടാവും, മെസ്സേജ് ഉണ്ടാവും. ഈ അഞ്ചെണ്ണത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും എല്ലാവരുടെ കയ്യിൽ 5G ഫോണുണ്ട്, അല്ലെങ്കിൽ 4G ഫോണുണ്ട്. ഈ 5 ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ എന്തിനാണ് ഈ 5G ഫോൺ? ഇതെല്ലാം ചിലർക്ക് അവരുടെ ഐഡിയ പ്രാവർത്തികമാക്കാൻ വേണ്ടി ആവശ്യമുള്ളതാണ്. ചിലർ ഒരു കൗതുകം കൊണ്ടാണ്, ചിലർ ഒരു കൊമേഴ്സും കൊണ്ടാണ്. ഇതെല്ലാം മേടിക്കാനുള്ള കാരണം. ഞാൻ 5G ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഡിസൈനറാണ്, ഇൻകം സോഴ്സ് അതാണ്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ ആവശ്യമില്ല. വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ, കോഡിംഗ് ഉൾപ്പെടെ ചെയ്യാൻ 5G ഫോണിൽ സാധിക്കുന്ന ഒരു സംവിധാനം. മാനേജ്മെന്റ് ഒത്തിരി നമ്മൾ കേൾക്കുന്ന വാക്കാണ് മാനേജ്മെന്റ്. ഒരു വർഷമെങ്കിലും നമ്മൾ ഇങ്ങനൊരു വാക്ക് കേൾക്കാതെ ഓർമ്മയില്ല. മാനേജ്മെന്റ് എന്നുള്ള വാക്കുണ്ട്. സ്വയം ആയിട്ടുള്ളൊരു പദ്ധതി അനിവാര്യമാണ്. അതിന് എന്തെങ്കിലും ഒരു പദ്ധതി ഇപ്പോൾ ഉണ്ടായേ പറ്റും. അതിനുള്ള എല്ലാവരും എസെൻഷ്യലാണ്. കാരണം വലുതാണ്. പിന്നെയുള്ളത് നീഡ്സ്, അത് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സംരംഭങ്ങളിലേക്ക് എങ്ങനെയാണ് അല്ലേ, അത് ഒരു ആവശ്യമായിട്ട് മാറും. എസെൻഷ്യൽ അല്ല, പക്ഷെ ഒരാവശ്യം. അങ്ങനെ ചിലത് കൊള്ളാം തുടങ്ങിയേക്കാം, അങ്ങനെ തുടങ്ങില്ലേ. അപ്പൊ ഈ ഒരു 3 ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ മനസ്സിന്റെ മൈൻഡ് മാനേജ്മെന്റിന്റെ ഭാഗത്തിലാണ് നമ്മൾ ഒരു സംരംഭകനായി ഇറങ്ങിത്തിരിക്കുന്നത്. ഇനിയാണ് നമ്മളുടെ ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും. നിങ്ങൾക്ക് വേണ്ടി എഴുതിയെടുക്കാൻ നോട്ട് ചെയ്ത് വെച്ച മനസ്സിൽ പിടിയും. ആര് ഒന്നാമത്, അല്ലെങ്കിൽ എന്തിനുള്ള ചോദ്യം നമ്മൾ ആദ്യം പിടിക്കും. എന്തിനാ ആത്യന്തികമായി എന്തിനാണ് ഈ സംരംഭം തുടങ്ങുന്നത്? ഒരു സംരംഭത്തെ തുടങ്ങുന്നത് എന്താ തുടങ്ങുന്നത്? വരുമാനം. വേറെ കൊണ്ട് ചിന്തിക്കാന്നില്ല. പണം വേണം, ജീവിക്കാൻ കാശ് വേണം. എന്തിനെന്നുള്ള ചോദ്യത്തിന് പണം അനിവാര്യമാണ്. അത് ധാർമ്മികമായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനുള്ള സോഴ്സാണ്. 2, ആര്. ഇത് തുടങ്ങാൻ നമ്മൾ ആളായോ? ആരെന്നുള്ള ചോദ്യത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു സംരംഭം തുടങ്ങാൻ യോഗ്യത ആർക്കാം ഇന്ത്യയിൽ? ആർക്കാം? 1947 ആരോടും ചോദിക്കാൻ നമുക്ക്. നമ്മൾ സ്വന്തം രാജ്യമില്ലേ, എന്തിനാണ് പേടിച്ചിട്ട് ആർച്ചടന്ന് നിൽക്കുന്നതിനാണ്. അതുകൊണ്ട് ആരാണ് യോഗ്യൻ? എല്ലാവരും യോഗ്യനാണ്, ഉറപ്പുണ്ട്. ഐഡന്റിറ്റി തെളിയിക്കാൻ ഒരു ആധാർ കാർഡ് വേണം. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പാൻ കാർഡ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ എന്തുമാണ്. ഇതൊന്നുമില്ലാതെ ആൾക്കാർ പദ്ധതി ചെയ്തു അല്ലേ. അടുത്തേക്ക് പോകാം. നിങ്ങൾ യോഗ്യരായെന്നുള്ളതാണ്. ഇതിനൊപ്പം നമ്മൾ കയറി വരികയാണ്. ഇല്ലെങ്കിൽ ചിന്തിച്ച് റെഡി ആയിക്കണം. പാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കൊടുക്കണം. എവിടെയും പാനില്ലാത്ത കാര്യങ്ങളുണ്ടോ? പാൻ കാർഡ് എല്ലാവർക്കും ഉണ്ട്, ഇല്ലെങ്കിൽ എടുത്തു പോകണം. ഇനി എവിടെ തുടങ്ങുന്നതാണ്? കൊമേഴ്സ്യൽ പ്ലേസ് വേണം. അങ്ങനത്തെ കുറേ വൈദ്യുതികൾ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ സംരംഭം തുടങ്ങാൻ എവിടെ തുടങ്ങും?
എവിടെയാണ് നമ്മുടെ ഓഫീസ്, എവിടെയാണ് നമ്മുടെ ക്ലബ്? നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടാറ്റ, ബിർള അല്ലെങ്കിൽ ലുലുവിൻ്റെ ഒക്കെ വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ വലിയ ഓഫീസ് അവിടെ നിൽക്കുകയാണ്, AC, സെക്യൂരിറ്റി, ഇതൊക്കെ ഉള്ള സംരംഭം തുടങ്ങാൻ. ഒരു തയ്യൽ ഷോപ്പ് തുടങ്ങാൻ എത്ര ലക്ഷം രൂപ വേണം? ഒരു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങാൻ എത്ര ലക്ഷം രൂപ വേണം? തയ്യൽ അറിയുന്ന ആരൊക്കെ ഉണ്ട്? എത്ര രൂപ വേണ്ടി വരും ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ? 3 ലക്ഷം. എന്ത് പറയുന്നു? എത്ര? 1 ലക്ഷം രൂപ വരും. എല്ലാവരും സമ്മതിച്ച 10,000 ആദ്യമേ ടോപ്പ് ഗിയറിലിട്ടാൽ ഗിയർ ബോക്സ് അടിച്ച് വഴിക്കാം. KSRTC നല്ല സൗണ്ടുള്ള ഗിയറൊക്കെ ഇടണം അല്ലേ? അതിനകത്തിരിക്കുന്നവർ ഇറങ്ങി നോക്കിയിരിക്കും. ഇതേ റാമ്പുള്ള അടുത്ത വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് കയറാൻ. ശരി, ആദ്യം സ്റ്റാർട്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിക്കുക. നമ്മൾ അറിയും അപ്പുറത്തെ ടൈലറിങ് അവരുടെ 5 പണിക്കാരുണ്ട്, AC സെറ്റപ്പ് ഉണ്ട്, ട്രാൻസ്ഫോർമർ ഉണ്ട്, എന്തൊക്കെ പരിപാടിയും സ്റ്റീരിയോ. നമ്മൾക്ക് തയ്ക്കാനുള്ള വർക്ക് എടുക്കുന്നു. അത് വർക്ക് കൂടി വന്നു, നമ്മുടെ എഫിഷ്യൻസി കൂടി വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു മികവ് പെർഫെക്ഷൻ കണ്ടിട്ട് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. നമുക്ക് തന്നെ തയ്ച്ചാൽ തീരില്ല. നേരത്തെ ഒരു ദിവസം 10 ഷർട്ട് തയ്ച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ 50 ഷർട്ടായി. അപ്പോൾ എന്ത് ചെയ്യണം? എടുക്കണം. കാശ് ഉണ്ടാവില്ലേ? ലോൺ എടുക്കണോ? എന്തിനാ ബാങ്കിൽ പോണേ? ലോൺ എടുക്കണോ? അതിന് ഇൻകം ഉണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി വാങ്ങാം. ഇനി കുറച്ച് നാളായി പഴയത് ഓടാൻ തുടങ്ങി, പുതിയത് വാങ്ങാം, EMI കിട്ടും ചെറുത് രീതിയിൽ. പിന്നീട് ഒരാളെ കൂടെ തയ്യൽക്കാരനെ വെക്കുക, ഇന്റർലോക്കിംഗ് മെഷീൻ എക്സ്ട്രാ മേടിക്കുക, 6 മാസം ഒരു 2 വർഷം എടുത്താൽ മതി. ശരി, ഈ ഐഡിയോളജിയിലാണോ നമ്മളെല്ലാവരും ഇന്ന് കാണുന്ന ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ ഗംഭീരമായിട്ടുണ്ടാവും, വാർഷിക ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ എവിടെ തുടങ്ങണം? നമ്മുടെ വീട്ട് അഡ്രസ്സിൽ തുടങ്ങാം. നമ്മുടെ ആധാർ അഡ്രസ്സിൽ നമുക്ക് നമ്മുടെ സ്വന്തം സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാം. ബാക്കിയെല്ലാം പിന്നീട്. അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എവിടെ നമുക്ക് ചെയ്യാം അല്ലേ? ഇപ്പോ ബംഗാളിൽ തുടങ്ങിയ ഇവിടെ എല്ലാ തരത്തിലേക്കും അത് വരാൻ കാരണം ഇവിടെ ഒരു വാല്യൂ ഉണ്ട് ഈ നാട്ടിൽ. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളാണ് കേരളീയ. ഇനി എപ്പോ തുടങ്ങണമെന്നാണ്. ഇപ്പൊ നിലവിൽ തുടങ്ങിയത് ആരൊക്കെ ഉണ്ട്? നിലവിൽ സംരംഭമുണ്ട് ഉണ്ട്. അപ്പൊ ഈ മാസം തുടങ്ങാൻ പോവാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തുടങ്ങാൻ പോവാണ്. ആലോചിക്കുന്നേ ഉള്ളൂ. മനസ്സിലാക്കുക ടൈം അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. തുടങ്ങും. എന്ത് തുടങ്ങുമ്പോൾ ഐഡിയ വന്നു. ശരി, അപ്പൊ എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വാസ്തു സംബന്ധമായി നമ്മുടെ സമയം ശരിയല്ല. ജോത്സ്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രം ഒന്നും കഴിയിട്ട് ലോക്കലൊരു ചക്രം ഉണ്ടാവില്ല, പക്ഷെ ചക്രബന്ധമൊക്കെ ഒറ്റ നടക്കുകയാണ്. പക്ഷെ ഇതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ? അത് ആപേക്ഷികമാണ്. അതുകൊണ്ടാണ് മർമ്മം പഠിക്കുമ്പോൾ പറഞ്ഞാലേ ഒരു പരിധി കൂടുതൽ പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഇത് എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും സമയമുണ്ട്. ദാസായിരുന്നു നേരത്തെ ദാസനും വിജയനും നമുക്കൊരു ആശ്വാസം തന്നിട്ടുണ്ട് ഹോൾസെയിലായിട്ട്. ഇനിയുള്ള തലമുറയ്ക്കുള്ളതാണ് അല്ലേ? എല്ലാത്തിനും സമയം പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ആ സമയമാണെന്നാണ് കുട്ടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് വരില്ലല്ലോ. പത്രത്തിൽ വന്നിരുന്നു, ഇതറിയാത്തവരാരുമില്ല. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തത് 112 രൂപ. അപ്പൊ അങ്ങനെ വന്നു കയറുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ കബഡി നേർന്നാതെ പറയാം, സമയമായി. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഇനി എങ്ങനെ തുടങ്ങുന്നതാണ് ഇത്. ഞാൻ പറഞ്ഞു, എന്താണോ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഇത് ശരിയാണോ തെറ്റാണോ. സൈക്കിളിൽ വീഴാതെ സൈക്കിളിൽ ഓടിക്കുമോ? പറ്റില്ലല്ലോ. ഇന്നത്തെ ട്രാജഡി നാളത്തെ കോമഡിയാണ്. സൈക്കിളിൽ നിന്ന് വീഴുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. ആ സമയത്ത് ചിരിക്കുന്നവരെയൊക്കെ നോട്ട് ചെയ്ത് പോകും. എപ്പോഴെങ്കിലും അവൻ തല്ല് എന്തെങ്കിലും ചെയ്യും. ഈ സൈക്കിളിൽ നിന്ന് വീണ ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് ഞാൻ സൈക്കിളിൽ നിന്ന് വീണെന്ന് എല്ലാവരോടും പറയും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ആ ഇൻസ്റ്റന്റിൽ അതൊരു ട്രാജഡിയാണ്. പക്ഷെ അത് പറയുമ്പോൾ അത് കോമഡിയാണ്. വീഴുമ്പോൾ തന്നെ ചിരിച്ചാൽ പ്രാർത്ഥനാന്ന് പറയും അല്ലേ? സൈക്കിളിൽ നിന്ന് അല്ലേ? അപ്പൊ അതിനാണ് ശരിക്കും മാനസികമായിട്ട് മറ്റുള്ളവർ പറയുന്നത് അവന് തകരാറാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അത് കുഴപ്പമില്ല. പിന്നീട് എന്തായാലും നമ്മൾ ജീവിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും തുടങ്ങി വെക്കാം. സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഗിയർ എന്നുള്ള പോളിസി അനുസരിച്ച് പിന്നീട് നമുക്ക്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള തോന്നണം. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കാം?
ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ ഇപ്പോ എന്നിട്ട് ചെയ്താൽ കൊള്ളാം. അതെങ്ങനെയാ ഐഡിയ വന്നത് പറയൂ. വർക്ക് എക്സ്പീരിയൻസ് ഒന്ന്. പിന്നെ എങ്ങനെയാ വന്നത് പറയൂ. നമുക്ക് താല്പര്യമുള്ള മേഖല. ശരി, പിന്നെ നേരെ വന്നു പറയൂ. ഇൻട്രസ്റ്റോടെ കാര്യം പറയൂ. സാഹചര്യം നമുക്ക് അതിന് പറ്റിയ സാഹചര്യങ്ങൾ വന്നു ചേർന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതിലേതാ ശരി? പാഷൻ വന്നു. ശരി, ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ അല്ലേ? ഇതെല്ലാം ശരിയാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമുക്കൊരു ഐഡിയ വരാൻ ഇതെല്ലാം കാരണങ്ങളായി വരും. അപ്പോൾ പാഷനാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു മൾട്ടി ടാസ്ക് ലെവലിലാണ് ആൾക്കാർ പോകുന്നത്. ഇതേപോലെ പാഷൻ മാത്രമായിട്ട് നിന്നാൽ ജീവിക്കാൻ പറ്റും. ചില പശു വളർത്തൽ, പശുവിനോട് വലിയ സ്നേഹമുണ്ട്, പശുക്കുട്ടിയെ പരിപാലിക്കുക അല്ലേ? യൂട്യൂബിൽ ഒരു ഗോപ്പം കണ്ടു, ഗംഭീരമായിട്ട് പറയും. അവസാനം കുത്തുവാളൊക്കെ കൊണ്ട് കേട്ടിട്ടുള്ളൂ, ഇതിപ്പോൾ കുറേ കുത്തി ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി. പശു വളർത്തിയാൽ ഗ്യാരണ്ടി ഉള്ള ചാണകം നോക്കാം. പാല് ഗ്യാരണ്ടി ഇല്ലല്ലോ. അതുകൊണ്ട് പാല് കിട്ടിയോ കുറഞ്ഞോ കൂടിയോ എന്നുള്ളതൊക്കെ ആശങ്കയുടെ ആവശ്യമില്ല. അപ്പൊ ഇത്രയും പശുവിന്റെ ചാണകം എങ്ങനെ വളർത്തും? അല്ല, ഉണക്കി പൊടിക്കണ്ടേ? അപ്പൊ അതിന് ബംഗാളികൾ പണിക്ക് കിട്ടും. ഇല്ല, 4 കോഴിയാണ് പണിക്കാർ. അല്ല, ഗിരിരാജ കോഴീനെ വളർത്തിട്ടുണ്ട്, 10-12 ആ നനഞ്ഞ ചാണകത്തിന് മുകളിൽ കുറച്ച് പപ്പഴി ഇട്ട് കൊടുക്കും. അത് മാന്തി അങ്ങനെ എടുത്തെടുത്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരു ലോഡ് ചാണകമായി പൊടിച്ചെടുത്തു. 10 ദിവസം കുഴപ്പമില്ല. അത് പാഷനായിട്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ പാഷനാണ്. പക്ഷെ അതിനകത്ത് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടത്, ലീസ്റ്റ് എക്സ്പെൻസിൽ ഉണ്ടാക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? തൊട്ടുപോയില്ല. 1-2 മണിക്കൂർ 80-100 രൂപ മിനിമം വേണം. എന്നേരാകുമ്പോൾ ചേട്ടാ അതിന് ക്ലാസ് മേടിക്കും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നുള്ളതിന്റെ സർവീസ്. ഇനി നമുക്ക് റിയൽ മാനേജ്മെന്റിലേക്ക് വരണം. എന്തൊക്കെയാണ് റിയൽ മാനേജ്മെന്റ്? മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാദ്യം വേണ്ടത് എന്താ? നമ്മൾ പ്രൊഡക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്ഷൻ ആദ്യം വേണ്ടത് റോ മെറ്റീരിയൽസ്. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ തുണി വേണം ഒന്ന് അല്ലേ? അപ്പൊ ഇത് എത്രത്തോളം നമ്മൾ വാങ്ങി വെക്കണം? 50,000 രൂപ പെട്ടെന്ന് കിട്ടി, 50,000 രൂപ തുണി വാങ്ങിച്ചു, പിന്നെ കുറച്ച് നൂല് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു 1/3 ചെലവാക്കാറുള്ളൂ. ബാക്കി നമ്മൾ പോലും നമ്മുടെ കൺവെട്ടത്ത് കാണാത്ത സ്ഥലത്ത് ഒളിച്ചു വെക്കണം, അല്ലെങ്കിൽ ചെലവായി പോകും. മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ 10,000 രൂപ മുടക്കിയെങ്കിൽ ആ 10,000 രൂപ റിട്ടേൺസ് വരണം വരുമാനമായിട്ട്. അത് ഉറപ്പുള്ള സാധനത്തിന് മാത്രമാണ് മെറ്റീരിയൽ കോസ്റ്റ് ചെലവാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കണം. കാരണം ഇന്ന് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മൾ പണ്ടത്തെ സാമ്പത്തിക നയങ്ങളെല്ലാം മാറ്റുക. കാരണം വാവിട്ട വാക്ക് വിരൽ വിട്ട ആയുധം എന്നൊക്കെ പറയുന്ന പോലെ ഇല്ല, അങ്ങനെ കേട്ടില്ലേ? കൈ വിട്ട ആയുധം, വാവിട്ട വാക്ക്. ഇന്ന് വിരൽ വിട്ട മെസ്സേജ്, പോക്കറ്റിൽ നിന്ന് പോയ കാശ് രണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയ കാശ് തിരിച്ചു. അപ്പൊ അതുകൊണ്ട് മെറ്റീരിയൽ മാനേജ്മെന്റ് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. 2, ഫിനാൻസ്, സാമ്പത്തികം. ഒത്തിരി ഉപദേശകരുണ്ടാവും അല്ലെ? സാമ്പത്തികം നമുക്ക് പൈസ ഇല്ലെങ്കിലും കോടികൾക്ക് ഉപദേശം നമുക്ക് ഫ്രീ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഓതറൈസ്ഡ് ആളുകൾ, MSME മിനിസ്ട്രി പോലെയുള്ള ഓഫീസുകളിൽ നമുക്ക് കൃത്യമായ ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ നല്ല NGOs. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ 7 മൂത്ത SI മാനേജരെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. അവർ തിരിച്ചറിയണം, അവർ പോകണം. സാമ്പത്തികം പണ്ടത്തെ കാലത്തെ കൺസൾട്ടന്റുമാരായിരിക്കാം, മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ ഇയാളാണ് സാമ്പത്തിക വിദഗ്ധൻ, അങ്ങനെ ആരോപിച്ചു വെച്ച ആളുകൾക്കും പോകണം. നമുക്ക് ഒന്ന് വീക്ഷിച്ചാൽ മതി. ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒബ്സർവൻസ് ആണ്. കുറച്ച് റെഫറൻസ് നോക്കും. ഒരു ഡിസൈനർ ആണെങ്കിൽ ആദ്യം ഇതേപോലെ ഡിസൈൻ ചെയ്ത കുറെ പടങ്ങൾ നോക്കും, എന്നിട്ടാണ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ കുറച്ച് റിസർച്ച് ആ മേഖലയിൽ ഫിനാൻസ് കഴിഞ്ഞ്
നമ്മൾ സ്വന്തം ആദ്യം ചിന്തിക്കാം, എന്നിട്ട് മതി മറ്റുള്ളവരുടെ ഉപദേശം. കുറച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരില്ല. 3 മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടം. നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് വരുമാനം വരണം, അത്രേ ഉള്ളൂ മാർക്കറ്റിംഗിൽ. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് കൂടുതൽ കിട്ടും. ഏറ്റവും നല്ല മാർക്കറ്റിങ്ങിന് ഏറ്റവും നല്ല ഉപാധി എന്താണ്? മാർക്കറ്റിംഗ് കൂട്ടാനുള്ള ഉപാധി എന്താണ്? കോണ്ടാക്ട് ഒന്ന്, പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അഡ്വർടൈസ്മെന്റ്സ്, പ്രൊമോഷൻ. ഇതൊന്നുമില്ലാതെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്റ്റുഡിയോ എന്നുള്ള ഷോപ്പിൽ പോയിട്ടുണ്ട്. സ്റ്റുഡിയോ എവിടെയെങ്കിലും നിങ്ങൾ അതിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഇല്ല. വാട്സപ്പ് നിങ്ങൾ ആരെങ്കിലും പരസ്യം കണ്ടാണോ? ഇല്ല, ഇല്ലല്ലോ. എന്താ കാരണം? എന്താ കിട്ടാൻ? ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഓട്ടോമാറ്റിക് ആയില്ലേ? ഇല്ലേ? അപ്പൊ ആ വശത്തേക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഉണ്ടോ? ഇന്ന് ദരിദ്രന്മാരില്ല നമ്മുടെ നാട്ടിൽ. 300 രൂപയുടെ മദ്യം കഴിക്കാത്ത ഒറ്റ ദരിദ്രവാസി നമ്മുടെ നാട്ടിൽ. ഒരു മാസം 10,000 രൂപയുടെ ഇന്ധനം അടിക്കുന്ന ആളാണ്. അയാളുടെ സാമ്പത്തിക വരുമാനം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ശരി. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിംഗ് എന്നുള്ള ക്വാളിറ്റിയിലേക്ക് വരണം. പിന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അടുത്ത നമ്മുടെ ഉത്തരവാദിത്വം വരികയാണ്. ഒന്ന് ഹാർഡ് വർക്കിംഗ്. വേറെ ആരും നമ്മൾ തോറ്റവന് ഉത്തരവാദി അല്ല. ആണോ? പിന്നെ ഒരു സമാധാനത്തിന് ആരെങ്കിലും പട്ടി പറ്റും. ഇപ്പൊ നമ്മൾ നല്ല ഹോംവർക്ക് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഉത്സാഹം. ഹോംവർക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞത് പഠിച്ചിട്ടില്ലെങ്കിൽ പത്രം നോക്കും, അവധിയുണ്ടോ? പിന്നെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇത് ചെയ്യാത്തവരാരുണ്ടോ? പിടിക്കും. പിന്നെ ഒരു കമ്പനി വേണം. പരാജയത്തിന്റെ കാര്യത്തിലും ഇതുപോലെ പരാജയപ്പെട്ടാൽ ഇത് എന്റെ കുഴപ്പമല്ല, എന്നെ നമ്മൾ വിശ്വസിക്കും. പരാജയങ്ങളുടെ കാരണം കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൈൻഡ് മാറി പരമാവധി നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക്. പിന്നെ എന്തോ ഉത്സാഹം തുടക്കത്തിലുണ്ടാവും. കുറെ കാശൊക്കെ വന്നു, അത്യാവശ്യം ഇനി വന്നോളൂ അല്ലേ? കൂട്ടിക്കൂടോളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കാശ് വരണം. നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ഇൻകം വന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ ബിസിനസ്സുകാരെ. അല്ലെങ്കിൽ ഒരു പണിക്കാരൻ മാത്രം പണി ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ബിസിനസ് നമുക്ക് ജോലിയായിട്ട് മാറാം. നമ്മുടെ തന്നെ ബിസിനസ് നമുക്ക് ബിസിനസ്സായിട്ടും മാറാം. തുടക്കത്തിൽ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ജോലിക്കാരാകും. അതിൽ നിന്ന് നമ്മുടെ ബിസിനസിന്റെ ബിസിനസ്മാനായിട്ട് മാറണമെങ്കിൽ കുറച്ച് ആദ്യം പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ് വരണം. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. മൊബൈൽ അറിയില്ല, അതിനോടൊപ്പം ബാക്കി എല്ലാം കൊണ്ടതായി അറിയാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, വേറെ ആർക്കും അറിയാൻ പറ്റാത്ത ഒത്തിരി വലിയ കഴിവുകളുണ്ട്. പക്ഷെ നമുക്കിത് അറിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ IT പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഹൈടെക് ആകേണ്ടത് നമുക്ക് അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നത്തെ പേരൻസ് അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ, എല്ലാവരുടെയും കുട്ടികൾ എന്തെങ്കിലും അവരവരുടെ അച്ഛനും പാരൻസിന്റെ കമ്പയർ നോക്കുമ്പോൾ അപ്ഡേഷൻ കുറവായിരിക്കും അല്ലേ? എപ്പോഴും ടെക്നോളജി കുറവുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ റേഞ്ച് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ടെക്നോളജി അപ്ഡേഷൻ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ചെയ്യാതിരിക്കുന്നത് നിലവിലാണ് ഗുരുതരമായ ഒരു തെറ്റാണ്. നമ്മൾ പണ്ടൊക്കെ നാട്ടിലൂടെ തെങ്ങുതോപ്പിൽ ക്രിക്കറ്റ് കളിക്കും, ഓർമ്മ ഇത്രയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും തെങ്ങിന്റെ മുകളിലേക്കായിരിക്കും അയാളടിച്ച് ഒരു ബോൾ പോയി. അപ്പൊ അവിടെ ഫീൽഡ് ചെയ്യാൻ ആളെ ഇനി എല്ലാ ബോളും അവിടെ ഇറങ്ങുന്നത്. പിന്നെ എത്ര ആഴ്ചകളും മാസങ്ങൾ കഴിച്ചാലും ഇയാൾ അടിച്ച ബോൾ ആ ഭാഗത്തേക്ക് പോകില്ല. ക്യാപ്റ്റന്റെ ബ്രില്യന്റ് തീരുമാനമാണ് അവിടെയാണ് ബോൾ വരുന്നത്. കാരണം ഈ അടിച്ചയാൾ മനഃപൂർവ്വം അടിച്ചേക്കണം. ആണോ? ഇതിന്റെ അപ്പുറം ബോള് ഈ പാർട്ടിയിൽ വന്ന് കയറി പോയി. അവിടെ തന്നെ ഫീൽഡിന് ആളെ നിർത്തി ക്യാപ്റ്റൻ ഇനി അവിടെ ബോളെ വന്നിട്ടുണ്ട്. ഇതുപോലെ ശരിക്കും ഈ ബിസിനസ്സിനെ നമ്മൾ ഡിറ്റോ ചെയ്യാം. ആരെങ്കിലും ഒരാൾ എന്തോ ചെയ്തു, എവിടെ വിജയിച്ചു, കേട്ടത് പകുതി, കേൾക്കാത്തത് പകുതി കേട്ട് നമ്മളൊന്ന് തുടങ്ങി വെക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ഒരു ആറ്റമായി രൂപം കണ്ട ഒരു ഐഡിയോളജി, അതിന്റെ ഒരു വിസ്ഫോടനമായി കൃത്യമായ ധാരണയോട് കൂടിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസോട് കൂടിയിട്ട് അത് നമുക്ക് ലോങ് ടൈം ഷെഡ്യൂൾ എന്തായി തീരണമെന്ന്
നമ്മൾ ലോങ് ടൈം അത് ഉണ്ടാക്കി വെക്കണം. നമുക്ക് 1000 പേരുടെ തൊഴിൽ കൊടുക്കുന്ന ഒരു തയ്യൽ സ്ഥാപനമായിരിക്കും നമ്മുടെ മനസ്സിൽ പൂർണ്ണമതിലെത്തുമ്പോൾ. തുടക്കം എന്താണ്? സെക്കൻഡ് ഹാൻഡ് 5500 രൂപയുടെ ഒരു തയ്യൽ മെഷീൻ. അപ്പോൾ നമ്മുടെ ഫുൾ പദ്ധതി ചിലപ്പോൾ ഒരാളോട് പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് മാത്രമല്ല വിശ്വാസം. കാരണം അവനവനിൽ വിശ്വസിച്ചാലേ ബിസിനസ് ഇറങ്ങി തിരിച്ചു.